ഈ ഒരു പോസ്റ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓഹ്! ഞാൻ ഇതിന് ഇന്നലെ ഈ പോസ്റ്റർ ജസ്റ്റ് റാൻഡമായിട്ട് ഞാൻ കണ്ടു. ഞാൻ ലൈക്ക് ചെയ്തു, ഞാൻ സ്ക്രോൾ ചെയ്തു പോയി. ആഹ് അതിനുശേഷം പിന്നീട് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നടന്നത് എന്താന്നുള്ള കാര്യത്തിൽ ഒരു പിടിയുമില്ല. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ എലിവേറ്റ് ആയത്. പോലീസ് കേസാവുന്നു, പ്രതിഷേധ മാർച്ച് നടത്തുന്നു, മാപ്പ് എഴുതി വാങ്ങിക്കുന്നു, മാപ്പ് പറയുന്നു, കലാപങ്ങൾ വരുന്നു, കലാപങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു, കട പൂട്ടിക്കണം എന്ന് പറയുന്നു, കട കത്തിക്കണം എന്ന് പറയുന്നു, ആളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നൊക്കെ ന്യൂസ് കിട്ടും. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടാണ്. എന്തൊക്കെയാണ് നടന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡിസൈനറായാലും ഈ ഇതിൻ്റെ ഷോപ്പിൻ്റെ മുതലാളിയായാലും, ഇത് ഡിസൈൻ ജോലി ഏൽപ്പിച്ച ഒരാളുണ്ടാവുമല്ലോ, പുള്ളിയാണെങ്കിലും ഇത് വേറെ ഒന്നും മനസ്സിൽ കണ്ടിട്ട് അല്ലെങ്കിൽ വേറെ ഒന്നും ആലോചിക്കാതെ ആ ഒരു തരത്തിലേക്ക് ഒരു തോട്ട് പ്രോസസ്സ് പോവാതെയാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണ വിഷുവിനും ക്രിസ്മസിനും എന്താ പറയുക, റമദാനും വേറെ ഓണത്തിനും ഒക്കെ ഇറക്കുന്ന പോലെ നമ്മൾ എന്ത് കടയാണോ നടത്തുന്നത് അതിൻ്റെ പേരിൽ ഒരു ആശംസ. ഇപ്പോൾ ഓണാണെങ്കിൽ ഓണാശംസകൾ, വിഷുവാണെങ്കിൽ വിഷുവാശംസകൾ, പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ ആശംസകൾ, വേറെ എന്താണെങ്കിൽ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് ആശംസകൾ. എന്താണെങ്കിലും ക്രിസ്മസിന് സാന്റാക്ലോസ് വരും, റമദാനാണെങ്കിൽ മറ്റേ പള്ളിയും ചന്ദ്രക്കല്ലിയും നക്ഷത്രങ്ങളും വരും, ഈ ഓണാണെങ്കിൽ മാവേലിയും പൂക്കളവും വരും, വിഷു ആണെങ്കിൽ കൃഷ്ണനും കണിക്കൊന്നയും പടകവും വരും. ഇതൊക്കെയാണ്. അപ്പോൾ അതേപോലെ പുള്ളി വളരെ നാച്ചുറലി ചെയ്തൊരു കാര്യമാണ്. പക്ഷേ പുള്ളി ഇതിനെപ്പറ്റി വളരെ രീതിയിൽ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല. ഇത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു മത കലാപം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ആൾക്കാരെ കൊള്ളിക്കണമെന്ന് വെച്ചിട്ടൊന്നും പുള്ളി ആലോചിച്ചിട്ടുണ്ടായില്ല. കാരണം പുള്ളിയുടെ ഷോപ്പാണ്. പുള്ളി എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പൈസയും മുടക്കി, ചിലപ്പോൾ ഞാൻ പറയില്ലേ, ചിലപ്പോൾ പുള്ളി റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ പുള്ളി ഇത് നടത്തിക്കൊണ്ടുവന്ന ഒരാളായിരിക്കും. വാട്ട് എവർ, പുള്ളി ഇത് നശിപ്പിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കിയിട്ട് കട നശിപ്പിക്കണം, കട പൂട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നത് എനിക്ക് തീരെ തോന്നുന്നില്ല. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്, റൈറ്റ്? ഇത് ക്യാഷ്വലായിട്ട് ഇറക്കിയാണ്, പുള്ളി ഇതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സത്യം ആണെന്നല്ല, എനിക്ക് തോന്നുന്നത് അതാണ്. ശരിയാണ്, വിശ്വാസികളുണ്ട്, ഒരുപാട് തരത്തിൽ പല വിശ്വാസികളാണ്, പല തരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. മൊത്തത്തിൽ എല്ലാവരുടെയും കാര്യം നോക്കാൻ നമ്മളൊരു സെക്യുലർ സോഷ്യൽ ഒരു ലോകത്താണല്ലോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതിനുള്ള നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പോസ്റ്റർ ഇറക്കി ഡിസൈൻ ചെയ്ത് ഇറക്കേണ്ട അവകാശം നമുക്കുണ്ട്. അതേ സമയത്ത് തന്നെ ഈ വിശ്വാസികൾ അല്ലെങ്കിൽ വോട്ടെവർ ബിലീവേഴ്സിനെ നോക്കി അതിൻ്റെ ആ ഒരു സോഷ്യലി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യിക്കേണ്ട കാര്യങ്ങളും നമുക്കുണ്ട്. എനിക്കും അതറിയാം. പക്ഷേ അത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് മാന്യമായി പോയി, അല്ലെങ്കിൽ പുള്ളിക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ പുള്ളിക്ക് തെറ്റ് പറ്റി എന്നല്ല, പുള്ളി ചെയ്തതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് വളരെ റെസ്പെക്റ്റോടെ അല്ലെങ്കിൽ വളരെ മാന്യയോടെ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, കമ്മ്യൂണിറ്റിക്ക് ഇതാണ്, പുള്ളി അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ജസ്റ്റ് പുള്ളിക്കൊന്ന് ഒന്ന് 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 ഇതാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളാണ്, വിശ്വസിക്കുന്ന ഇങ്ങനെ സംഭവം ഉണ്ട്, അപ്പോൾ ഇത്രയും ആൾക്കാരെ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ്, അപ്പം മാറ്റിയത് നന്നായിരുന്നു, അല്ലെങ്കിൽ മാറ്റുന്നതാണ് കുറച്ചുകൂടി നല്ലത്, അതാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഒരുമ കാണിക്കാൻ നല്ലത്. അല്ലെങ്കിൽ ആ ഒരു കൃഷ്ണന്റെ ആ പോസ്റ്ററിൽ വെച്ചാൽ ആ കൃഷ്ണൻ ഇങ്ങനെ ആ ഒരു അൽക്കുന്ന അൽഫാം മന്തിന് മുകളിൽ ക്രേവിംഗ് ആയിട്ട് നിൽക്കുന്ന, അതായത് സാധാരണ വെണ്ണയും പഴവും പാലും ഒക്കെ ആണെങ്കിൽ ഇതൊരു മന്തിയിലേക്ക് ക്രേവിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണിത്. അപ്പോൾ അത് ചില ആൾക്കാരെ ഹേർട്ടി, അപ്പോൾ ഇത് മാറ്റുന്നതായിരിക്കും നല്ലത് എന്ന രീതിക്ക് പറഞ്ഞു പോകുന്നതായിരുന്നു ആക്ച്വലി നല്ല, എല്ലാവർക്കും നല്ലത്, അവർക്കും നല്ല, അവർ ഇങ്ങനെ സംഭവം ചെയ്തു, അവരിങ്ങനെ പറ്റി ആലോചിച്ചിട്ടില്ല. അപ്പോൾ ആ പറഞ്ഞിരിക്കുമെന്ന് പുള്ളിയുടെ ആ ഒരു സംസാരം, പുള്ളിയുടെ ക്ഷമാപണം കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ചിലപ്പം ഓക്കെ ശരിയാണല്ലേ, ഓക്കെ സോറി എന്ന് പറഞ്ഞിട്ട് പുള്ളി മാറ്റുന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനു പകരം ഫുൾ ഓഫ് ഹേറ്റഡ് കമൻസും തന്തയ്ക്കും തള്ളയ്ക്കും വിളിയും പ്രതിഷേധ മാർച്ചും കേസെടുപ്പിക്കലും മാപ്പെഴുതി വാങ്ങിക്കലും പ്രതിഷേധ റാലിയൊക്കെ കൊണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങോട്ട് ഒരു ദാവ് തന്നെയാണ്. ഇതിപ്പം ഒരു വിഭാഗത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഞാൻ ഇന്നലെ ഇതിനെ പറ്റി ഒരു പോസ്റ്റ് ഇടുന്നു, FB പോസ്റ്റ് ഇട്ട മുതൽ എൻ്റെ കമൻറ്റ് സെക്ഷൻ ഫുൾ ഓൺ ഫയറാണ്, എയറിലാണ് മൊത്തം. അതായത് ഞാൻ വിചാരിച്ചത് ഈ ആക്ച്വലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്നറിയോ, ഈവൻ മൈ മുസ്ലിം FB ഫ്രണ്ട്സ്, എനിക്ക് ക്ലോസ് ആയിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്, റാൻഡം ആയിട്ടുള്ള FB ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്ത് ഫ്രണ്ട്, എൻ്റെ ഫോളോവേഴ്സ് അല്ലാത്ത എൻ്റെ ഫ്രണ്ട്സ് അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവർ വന്നിട്ടും ഇവരെ ഈ എന്താ പറയുക, ഈ നോട്ടീസ് ഇറക്കിയ ആളെ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അവരെ എതിർത്തിട്ട് തന്നെ സംസാരിക്കുന്നത്. ഇയാൾക്കെന്താ ബുദ്ധിയില്ലേ, ഇയാൾക്കെന്താ ബോധമില്ലേ, ഈ ലോകത്താണോ ജീവിക്കുന്നത് അറിയില്ലേ, ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു എന്താ പറയുക തൊട്ടാപ്പൊള്ളുന്നൊരു സംഭവം ഇങ്ങനെ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ് സംഭവം. അവര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർ ബീഫ് കഴിക്കുന്ന ആൾക്കാരാണ്, അവർ ഏത്തിസ്റ്റുകളുണ്ട്, അവർ ഒരു മതത്തിലും ഒരു ജാതിയിലും ഒരു ഇതിലും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വരെ, അതായത് ഞാൻ ചിന്തിച്ച പോലെ എല്ലാവരും ചിന്തിച്ചത്, ഞാൻ എനിക്കിത് കാഷ്വലായിരുന്നു, എനിക്കിത് റാൻഡമായിരുന്നു, എനിക്കിത് ക്യൂട്ടായിരുന്നു, എനിക്കിത് ഓക്കെ വോട്ടെവർ എന്നുള്ള സാധനമായിരുന്നു. പക്ഷേ
അതേ എൻ്റെ അതേ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ എൻ്റെ അത് ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇത് വളരെ റോങ് ആയിട്ട് ഫീൽ ചെയ്തത്. റോങ് മീൻസ് വിശ്വാസികളുടെ റോങ് അല്ല. അവർ പറയുന്നത് വെച്ചാൽ ഇത് പ്രശ്നമാവും അല്ലെങ്കിൽ ഇവർ പ്രശ്നമാക്കും എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനിത് ചെയ്തു, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ മേ ബി ഇയാൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ചെയ്തതായിരിക്കാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. കമന്റിൽ ഫുള്ള് കമന്റ്സ് എന്ന് വെച്ചാൽ ഫുള്ള് ഇങ്ങനെ വൈറ്റ് വാഷ് അടിക്കലടാ, അല്ലെങ്കിൽ കുറെ വെളുപ്പിച്ചത് മതി, അല്ലെങ്കിൽ ഈ വിഭാഗത്തിന്റെ കാര്യം പറ. ഏറ്റവും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ല, എന്താ പറയുക, ഏറ്റവും വേസ്റ്റ് ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പോസ്റ്റ് ഇട്ട സമയം ഞാനിങ്ങനെ പോസ്റ്റ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണൻ എൻ്റെ ഒരു പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണൻ അല്ലെങ്കിൽ രാമൻ ഇവരൊക്കെ പ്യോർ വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് എവിടെയും പറയുന്നില്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഗൂഗിളും ചാറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കറക്റ്റ് വേഴ്സസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതിൽ ഇവർ വേട്ടയാടാൻ പോകുന്നതിനെ പറ്റിയും അമ്പും വില്ലും പല ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. കൃഷ്ണൻ്റെ ഇതിലാണെങ്കിലും വളർന്നതിന് ശേഷം രാമൻ്റെ ഇതിലാണെങ്കിലും ഇവർ അമ്പും വില്ലും കൊണ്ട് നടക്കുന്നത് കോളിഫ്ലവർ പറിക്കാനോ അല്ലെങ്കിൽ ചീര നടാനോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോജിക് അത് ആ ഒരു സെൻസിലല്ലല്ലോ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല, സാൻസ്ക്രിറ്റ് ആയിട്ടുള്ള വേദങ്ങളായിട്ട് ഇങ്ങനെ വായിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഇതേപോലെ ഗൂഗിളും ചാറ്റ് GPT ഒക്കെ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്ത സമയത്ത് അതിൽ കറക്റ്റ് വേഴ്സസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഈ മാംസം ഇതാക്കുന്നതിനെ പറ്റിയും ക്ഷത്രിയർ മാംസാഹാരികളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ പോയ സമയത്ത് അപ്പം ഞാൻ അങ്ങനെയായിരുന്നു, എൻ്റെ ഒരു പോസ്റ്റ് അങ്ങനെയായിരുന്നു. ഞാൻ ഒന്നിനെയും സപ്പോർട്ട് ചെയ്തതാക്കിയിട്ടോ അല്ല. അപ്പം ഇവര് വെജിറ്റേറിയൻ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൽ എന്താണ് പ്രശ്നം എനിക്കറിയാം. കാരണം വിശ്വാസികൾ നമ്മൾ കൃഷ്ണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചത്, അല്ലെങ്കിൽ ഈ ബിലീവേഴ്സ് കൃഷ്ണനെ പ്രതിഷ്ഠിച്ചാൽ പുള്ളി വെജിറ്റേറിയനായിട്ട് പാലും എണ്ണയും പഴവും അല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കാരാണ്, ഭഗവാനാണ്. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ടാണ്. അപ്പം അതാണ് ഞാൻ പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചത്, ഇങ്ങനെ സംഭവം. അപ്പം ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽ വന്ന കോമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരാൾ പോലും ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതായത് ഇല്ല അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കൃഷ്ണൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു. എല്ലാവരും പറഞ്ഞത് എനിക്ക് തോന്നുന്നു 90% ഓഫ് ദ കോമന്റ്സ് വാസ് ലൈക്ക്, ജോസഫ് മാഷ കൈവെട്ടിയ നാടാണ് അത്, അപ്പം ഒന്നുമില്ലായിരുന്നു. പിന്നെന്താ, ഈ പെരുന്നാളിന്റെ ടൈമിൽ മറ്റേ പന്നീനെ അറുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാക്കൂലേ. അതായത് രണ്ടാൾക്കാരും പ്രശ്നം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് രണ്ടാൾക്കാരും സംസാരിക്കുന്നത്. അല്ലാതെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറ്റി ആർക്കും അറിയണ്ട, ആരും സംസാരിക്കുന്നുമില്ല. എല്ലാവരും പറയുന്നത് ഇവരിത് ചെയ്യില്ലേ. അപ്പം ഇങ്ങനെ തിരിച്ചാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നേരെ ഇതായിട്ട് മറ്റേ ഹിന്ദുക്കൾ ഇവരെ എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇവരെ കൊള്ളിക്കുന്ന രീതി എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ, അവർക്ക് കൊള്ളുന്നൊരു കാര്യം വളരെ റാൻഡമായി കാഷ്വലായി ചെയ്യുകയാണെങ്കിൽ ചെയ്യില്ലേ. അതായത് രണ്ടാൾക്കാരും പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. അല്ല ഒരാൾ പോലും ഒരു കമന്റ് പോലും ഇല്ല നീ പറയുന്നത് ശരിയല്ല, ഇങ്ങനെ ഒരു സംഭവം അല്ല എന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടീനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് അവരങ്ങനെ ചെയ്തു എന്നാൽ ഞാനും ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ അവരും അങ്ങനെ ചെയ്യും എന്നുള്ള സംഭവം അല്ലാതെ, ഇത് രണ്ടാൾക്കാരും പ്രശ്നം തന്നെയാണ്. ഉറപ്പായിട്ട് രണ്ടാൾക്കാരും പ്രശ്നമാണ്. ഞാൻ സൈഡിൽ നിൽക്കുന്നതല്ല, ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് നിന്നുള്ളൂ. എൻ്റെ FB പോസ്റ്റ് നോക്കിയാൽ, അല്ലെങ്കിൽ എൻ്റെ വോട്ടവർ ഞാൻ ചെയ്ത വീഡിയോസ് നോക്കിയാൽ ഞാൻ ആരാണോ എന്താണോ ശരി ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് ആ കാര്യങ്ങളെ പറയാനല്ലാതെ ഒരിക്കലും ഒരാൾ ഞാൻ പറയുന്നത് ശരിയെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ ഭാഗം മാത്രമാണ് ശരി, ബാക്കി ആരും മണ്ടന്മാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുകയില്ല. എൻ്റെ ഭാഗം ഞാൻ പറയുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ആരും എൻ്റെ തോന്നലുകൾ തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും അവരുടെ ഭാഗം വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ, അതായത് പെരുന്നാളിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൊള്ളൂല, അപ്പോൾ അവരിങ്ങനെ ചെയ്യില്ലേ, അവർക്ക് കൊണ്ട് അവർ എങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ റിയാക്ട് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞില്ല, രണ്ടാൾക്കാരെയും ഒരു എപ്പോഴും എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ടല്ലേ, ഒരാളെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ നല്ലതല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. കമന്റ് ബോക്സ് ഫുൾ തെറിയായിരുന്നു. നല്ല രീതിയിൽ കുറേ തെറിവിളിച്ച് ഞാൻ തെറിവിളിച്ചിട്ടുണ്ട്. മാന്യമായ ഉത്തരം പറയുന്ന കമൻറ്റ് ചെയ്തവരെ ഞാൻ മാന്യമായിട്ട് അവർക്ക് എൻ്റെ ഭാഗം എന്താണെന്ന് ഞാൻ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ടേക്ക് അനുസരിച്ചിട്ട് പുള്ളി യാതൊരു തരത്തിലുള്ള കാര്യത്തിൽ ഒരു എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കാനോ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി റൈറ്റിലേക്ക് പോകാനുള്ള ഇതാക്കാനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ളൊരു സംഭവം പുള്ളി മുൻകൂട്ടി കണ്ടിട്ടില്ല. നോർമലായിട്ട് സാധാരണയായിട്ട് എല്ലാ ഫെസ്റ്റിവലിനും ഇറക്കുന്ന പോലെ ഇപ്പം പറഞ്ഞ ഓരോരോ കടക്കാരാണല്ലോ. ഇപ്പോൾ ചായക്കട നടത്തുന്നവർ ചായയും ബജിയും കൊടുക്കുമായിരിക്കും, കോഫി ഷോപ്പ് നടത്തുന്നവർ കോഫി ആയിരിക്കും വെക്കുന്നത്. അപ്പം പുള്ളിക്കാരുടെ കട മന്തിക്കടയായിരുന്നു, പുള്ളി മന്തി വെച്ചു. പുള്ളി ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം വലിയൊരു ഇതിലേക്ക് പുള്ളി ആലോചിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും പുള്ളി ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ ഒരു സ്പെസിഫിക് കമ്മ്യൂണൽ ഇതിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു ജാതി ഈ ഒരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടല്ല.
കുറേ കമൻറ്റ് അങ്ങനെയുണ്ട്. അതായത് നീ മറ്റേ ആണെങ്കിൽ നീ തിരിച്ചു പറയില്ലടാ, നീ ഇവനായതുകൊണ്ട് ഞാൻ പറയാം, മറ്റേ പറയാം തൻ്റെ അവിടെ ഉണ്ടോ, ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ധൈര്യം ഇല്ലാണ്ടൊന്നുമില്ല, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകില്ല. ഒബ്വിയസ്ലി എനിക്ക് അങ്ങനെ എന്താ പറയുക, ഐ എം എ റിബൽ എന്ന് ബോർഡും വെച്ച് ബൈക്കിൽ പോകണമെന്നൊന്നും എനിക്കുമില്ല. ജീവനിൽ കൊതിയുള്ളതിനെ കൊണ്ടാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞില്ല, ഈ കമ്മ്യൂണിറ്റി ഈ ബിലീവേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർ അടുത്തുള്ള ഭാഗം ബ്രാഞ്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒഫീഷ്യലായിട്ട് ഷോപ്പിലേക്ക് പോയും അവർ കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കുകയും ഇങ്ങനെ സംഭവം ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നേരെ മറിച്ച് ഇവർ ചെയ്തപ്പം പറയണം അവർ ചെയ്താലും അവർ റോങ് ആണ്, നേരെ തിരിച്ച് അവരാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതായത് എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും അതായത് ഇപ്പോൾ എവിടെയാ ഇപ്പോൾ മുസ്ലിങ്ങൾ കൊള്ളുന്നുണ്ടായി ചിലപ്പോൾ ഞാൻ പറയില്ല, ഇപ്പം ഈ പന്നി വെച്ചിട്ട് എന്തെങ്കിലും ആണ് ഇവർ ചെയ്തതെങ്കിൽ ഇവർ നേരെ തിരിച്ച് അവരുടെ അടുത്തേക്കും പോട്ടെ. അവർ പോയിട്ട് എടാ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉള്ളതല്ല, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ നല്ല രീതിക്ക് പോകുന്നതാണല്ലോ നല്ലത്. ഇങ്ങനെ ഞാൻ പറയില്ല, ഒരു സ്വർഗ്ഗ പൂങ്കാവനായ ഭൂമിയൊന്നും അല്ല ഈ സ്വപ്നം കാണുന്നത്, പക്ഷെ സ്റ്റിൽ ചെയ്യാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് കേരളത്തിൽ ചെയ്യാമായിരുന്നു, നല്ലൊരു മാതൃക എടുക്കരുത്. ഇപ്പോൾ നോർത്തിലേക്ക് വരെ എത്തി സാധനങ്ങൾ ഫുള്ള് ഫ്ലാഷായി. ഇനിയും നിലവിൽ കേരള സ്റ്റോറി ഇപ്പോൾ ഈ TCSൻ്റെ പ്രശ്നം തീർന്നു വന്നിരുന്നുള്ളൂ, അപ്പോഴത്തേക്ക് അടുത്ത സ്റ്റോറി വന്നു. ഇനിയിപ്പോൾ കേരള സ്റ്റോറിക്ക് ഇനിയും കഥകൾ ഇട്ട് കൊടുക്കുന്ന പോലെയായിപ്പോൾ ഈ പരിപാടി. അപ്പം കുറേ ആൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ആക്കി വെച്ചാൽ അതായത് ഞാൻ പറഞ്ഞില്ല, എഫ് ബിയിലെ റാൻഡമും ക്ലോസും ആയിട്ടുള്ള മുസ്ലിംസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഹിന്ദു ഫ്രണ്ട്സ് എല്ലാവരും സത്യം പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ടീവായിട്ട് എനിക്കൊന്നും രണ്ടോ മൂന്നോ കമൻറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എൻ്റെ സപ്പോർട്ടേഴ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ഒക്കെ പറയുന്നത് ഇയാൾക്ക് ഇതിൻ്റെ കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇത്ര ആൾക്കാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമാക്കാണ്ടിരുന്നാൽ മതി, പക്ഷേ പ്രശ്നമാണെന്ന് അറിയുന്നതിനെ കൊണ്ട് പുള്ളി എന്തിനാ ചെയ്ത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, വിശ്വാസികൾക്ക് വിശ്വാസമായിട്ട് നിൽക്കട്ടെ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവരുടെ ഒരു സ്പെസിഫിക് വിശ്വാസമാണല്ലോ, അപ്പോൾ വിശ്വാസത്തെ തൊട്ട് കളിക്കുന്നത് എന്തിനാണ്, അവർ വിശ്വസിച്ച് പോയിക്കോട്ടെ, വെറുതെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയാണ് അവർ സംസാരിച്ചത്. ബാക്കിയുള്ള ആൾക്കാർ ഞാൻ പറയാം, ബാക്കിയുള്ള എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെങ്കിൽ അത്രയും ഭയങ്കര എക്സ്ട്രീമിസ്റ്റുള്ള ആൾക്കാർ മാത്രം വന്നിങ്ങനെ കുറേ തെറിയും പറഞ്ഞ് കുറേ ഇതാക്കിയും പറഞ്ഞ് എൻ്റെ കോമൻറ്റിലുള്ളതൊന്നുമല്ല, ബാക്കിയുള്ള പോസ്റ്റുകൾ ഈ ഒഫീഷ്യൽ പോസ്റ്റുകളൊക്കെ ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ അതായത് ശരിക്കും പേടിയെന്ന തരത്തിലുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ സംഭവം ഉണ്ടായി അതിനുവേണ്ടി കത്തിക്കുക, പൂട്ടിക്കുക, നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് വൻ രീതിയിലേക്ക് ഇത് കൊണ്ടുപോയി. ഇപ്പം ഞാൻ പറയാം, ഇത് പറഞ്ഞ് എനിക്കൊന്ന് കൂടുതലായിട്ടും ആൾക്കാർ വിചാരിക്കാൻ പോകുന്ന മറ്റാൾക്കാരാണ് ചെയ്യില്ലേ, അവരെ സംഭവിക്കണം ഇതിനും കൂടുതലുണ്ടായാലും ഇത് കത്തിയനെ ആരും കത്തിക്കാതിരിക്കും. നിങ്ങളെന്തിനാ കത്തിക്കാൻ പോകുന്നേ? കത്തിക്കാതിരിക്കുക, ആരും കത്തിക്കാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സംസാരിച്ചത് തീർക്ക്, രണ്ടാളും അങ്ങോട്ട് മനസ്സിലാക്കി ഒരു ഞാൻ പറയാം ഒരു ഇക്വിലിബ്രിയം ലെവലിലേക്ക് എത്തി അതങ്ങോട്ട് തീർക്ക്. ഇക്വിലിബ്രിയം ആണോ സംഭവത്തിലായിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ഈ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടല്ല, ഇങ്ങനെ അറിവിടെയല്ല, അപ്പോൾ ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നതുകൊണ്ട് പുള്ളി മാപ്പ് പറഞ്ഞു. വിടറാ, കഴിഞ്ഞില്ലേ, പുള്ളി മാപ്പ് പറഞ്ഞില്ലേ, മദ്യലഹരിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞു. പുള്ളിയുടെ ഇങ്ങനെ സംഭവത്തിൽ ഇതിൽ അബദ്ധം പറ്റിയാണ് പുള്ളി അത് ചെയ്തു. ഇനി വേറൊരു കാര്യം എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതങ്ങനെയല്ലെങ്കിൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞതുപോലെ, അതായത് എൻ്റെ ഒരു മനസ്സിലായ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിൽ സംതിങ് ഒരു ഡിസ്കഷൻ നടന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിലൊരു അജണ്ട ഉണ്ടായിരുന്നെങ്കിൽ കുറേ ഇതിലധികം ഈ മൂപ്പര് മാത്രമല്ല ചെയ്ത്, മെഹർ എന്നുള്ളൊരു ഈ ഒരു സ്ഥാപനം മാത്രമല്ല ഒട്ടനവധി സ്ഥാപനങ്ങൾ ഒരുമിച്ച് വൺ അറ്റ് എ ടൈം ഇതിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ പോസ്റ്റ് ഞാൻ കണ്ടു. അഥവാ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അതും ചെയ്യാതിരിക്കും. രണ്ടാൾക്കാരും പ്രശ്നത്തിനും പോവാതെ മര്യാദയ്ക്ക് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു അജണ്ട വെച്ചിട്ട് ചെയ്ത ആൾക്കാരാണ് ഈ പോസ്റ്റേഴ്സ് ഇറക്കിയ ആൾക്കാരെങ്കിൽ അത് റോങ് ആണ്, അത് ചെയ്യരുത്. അഥവാ അവരോടൊരു തെറ്റ് പറ്റിപ്പോയതാണല്ലോ, ഇവർ വളരെ ഒരു കാഷ്വലായിട്ട് അല്ലെങ്കിൽ ഇവരത് അതൊന്നും ചിന്തിക്കാതെ യാതൊരു നെഗറ്റീവ് തോട്ട്സും ഇല്ലാതെ അല്ലെങ്കിൽ വേറൊരു പ്രത്യേക ഒരു അജണ്ട ഇല്ലാതെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവർ മാപ്പ് പറഞ്ഞിട്ട് ക്ഷമിക്കുക, കഴിഞ്ഞു. അതിൻ്റെ പേരിൽ പിന്നെയും ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു ഇതൊരു അവസരമാക്കി എടുത്തിട്ട് ഇതൊരു ചാൻസ് ആക്കി എടുത്തിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവരിത്ര പ്രശ്നം ഉണ്ടാക്കി ഇതിലും മേലെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ഒരു വിഷുവിന് ഈ ഒരു പ്രശ്നം ചെയ്തു, അടുത്ത പെരുന്നാൾ നമുക്ക് ഇതിലും വലിയൊരു പണി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് കാര്യങ്ങൾ പോയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതങ്ങ് തീർത്താളാ, എന്തെങ്കിലും കാര്യം അങ്ങോട്ട് സംസാരിച്ച് തീർക്ക്. മറ്റേ ജിസ്റ്റോ പറയുന്ന പോലെ എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളതെന്നൊക്കെ പറയുന്ന പോലെ ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. എന്താ പറയുക, എന്തിനാ പുള്ളി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്താൽ ഇവരെ നല്ല രീതിയിൽ സംസാരിക്കുക, ഏതെങ്കിലും ഒരു ഭാഗം നടക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അവൻ കൈ വെട്ടി എന്നാൽ ഞാൻ കാല് വെട്ടും, അവൻ കണ്ണ് വെട്ടി എന്നാൽ മൂക്ക് വെട്ടും എന്നുള്ള അവസ്ഥയിലാണ്. ഇത് പുതിയ സംഭവമൊന്നുമില്ല, ഇത് ആദ്യം നടക്കുന്ന കാര്യമൊന്നുമില്ല, ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിനോട് ഇത് മാറുകയില്ല. പക്ഷേ എനിക്ക് പറയണം തോന്നി, ഞാനെല്ലാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ FB പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ഇത് വന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഇത്രയും എഴുതി ഇതാക്കുന്നതിന് പകരം ഒരു വീഡിയോ ചെയ്താൽ
കുറച്ചുകൂടി ഈസിയർ. ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ ടേക്ക് എനിക്ക് പറയാൻ പറ്റുന്നുള്ളതിലാണ്. അപ്പോൾ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ദിസ് ഈസ് മൈ സൈഡ്, സഞ്ജു സൈഡ്.